ഹലോ എല്ലാവർക്കും അപ്പയർ ലേണിംഗിന്റെ ഫസ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ആദ്യമായിട്ട് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് അവർ ഫസ്റ്റ് വീഡിയോ വി ആർ ടെലികാസ്റ്റിംഗ് എലിസബത്ത് ഇൻ പ്യൂർ ലോ. ഹാസ് ഓൾ വി നോ അബൌട്ട് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എലിസബത്ത് ഇൻ പ്യൂർ ലോ 1601. അപ്പോൾ സോഷ്യൽ വർക്ക് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എലിസബത്ത് ഇൻ പ്യൂർ ലോ. All we know that this is the foundation of modern social work profession. എലിസബത്തിൻ പ്യൂർലോ 1601 കൊണ്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് റൂൾസ് ഇതെല്ലാമാണ് ആസ് എ മോഡേൺ സോഷ്യൽ വർക്കിന് ഒരു ഫൗണ്ടേഷൻ ഒരു ബേസ് എന്ന രീതിയിൽ ആയിട്ടുള്ളത്. സോ അവർ ഫസ്റ്റ് വീഡിയോ ദാറ്റ്സ് വൈ മേജർ റീസൺ വി ആർ taken എലിസബത്തിൻ പ്യൂർ ലോ ആസ് their ഫസ്റ്റ് വീഡിയോ ഇൻ അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ജാനുവരി തൊട്ട് വീഡിയോ ഇടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ എബൈർ ലേണിംഗ് ഇസ് വൺ ഓഫ് ദി educational social work educational channel. We are going to introduce social work concept in very simple and interesting verses. We have three projects. First of all, first project is now we are running that this is virtual classroom. Through this virtual classroom we are introducing social work concepts in very simple language to you. അപ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റിൽ നമ്മൾ എന്താ ഇതേപോലുള്ള സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ എത്തിക്കുക. സെക്കൻഡ് പ്രോജക്റ്റ് ആണ് റിസർച്ച് ഡെസ്ക് എന്ന് പറയുന്നത്. അത് എൻറ്റയർലി റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് റിസർച്ച്. ദ ലാസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു കോഫി വിത്ത് എക്സ്പേർട്ട് ഇന്ററാക്ഷൻ, ചാറ്റ് വിത്ത് എക്സ്പെർട്ട് ഇന്ററാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ് എലിസബത്തിൻ പ്യൂർ ലോ 1601. അപ്പോൾ എലിസബത്തിൻ പ്യൂർ ലോ എന്താണ്, അല്ലെങ്കിൽ അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദി സോഷ്യൽ വർക്ക് പ്രൊഫഷൻ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വി ആർ learning that the first topic is Elizabethan Bureau 1601. അപ്പൊ ആരായിരുന്നു അല്ലെങ്കിൽ എലിസബത്ത് എന്താണ്, വാട്ട് ഈസ് ദ മേജർ ഫീച്ചർ ഓഫ് പ്യൂർ ലോ, ഹു ഈസ് എലിസബത്ത് പ്യൂർ ലോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. എലിസബത്ത് ഷീസ് അവർ ഒരു രാജ്ഞിയായിരുന്നു. നമ്മുടെ കിങ്ഡം യുണൈറ്റഡ് കിങ്ഡത്തിലെ ഭരണാധികാരിയായിരുന്നു എലിസബത്ത്, ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂൻ എലിസബത്ത് 1601 കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റിലീഫ് ആക്ട് ആണ് എലിസബത്തിൻ പൂർ ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1601 ആദ്യമായിട്ട് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. So before we are going to discuss about the act, we must have to understand what was the situation to introduce in this kind of act. So social work, as we know that social work has been considered as a welfare ചാരിറ്റി. അപ്പോൾ ഏർലി ടൈമിൽ ഒരു 17ാം നൂറ്റാണ്ട് 15ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ ഡ്യൂറിങ് ദ 15th to 16th century സോഷ്യൽ വർക്ക് ഹാസ് ബീൻ കൺസിഡർ ആസ് ചാരിറ്റി പ്രാക്ടീസ്. ചാരിറ്റി എന്ന രീതിയിലായിരുന്നു ഈ സോഷ്യൽ വർക്ക് എല്ലാം തന്നെ കണ്ടിരുന്നത്. അതെല്ലാം തന്നെ ബേസ് ചെയ്തിരുന്ന ചർച്ച് പ്രാക്ടീസ് ആയിരുന്നു. ഇപ്പോൾ ഫോറിൻ എബ്രോഡ് എടുത്താലും ഇന്ത്യ എടുത്താലും ഇൻ ഏൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷണൽ പ്രാക്ടീസ് എവറിത്തിങ് ഹാസ് ബീൻ റിലേറ്റഡ് ടു റിലീജിയസ് പ്രാക്ടീസസ് ത്രൂ ഡു ചാരിറ്റി. ചാരിറ്റി വിൽ ബി ഫ്രം അവർ സിൻസ്. ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു സോഷ്യൽ വർക്ക് എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 കാലഘട്ടത്തിൽ അല്ലാതെ 17ാം നൂറ്റാണ്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് എലിസബത്തിയൻ പൂർ ലോ ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ വർക്ക് ഇതേപോലെ വെൽഫെയർ ആക്ടിവിറ്റി ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള വെൽഫെയർ ആയിരുന്നു. അതായത് ഇപ്പോൾ ഈ കാശ് ഉള്ളവർ, റിച്ച് ആയിട്ടുള്ള ടീംസ് പൂർ ആയിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഇത് തന്നെ എല്ലാം തന്നെ നടന്നിട്ടുള്ളത്. ബട്ട് ഡ്യൂറിങ് ദിസ് ടൈം ദ കണ്ടീഷൻ വാസ് ബിക്കം വെരി വേഴ്സ്റ്റ് ബിക്കോസ് അനർഹരായിട്ടുള്ളവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സർവീസ് എല്ലാം തന്നെ നീഡഡ് അല്ലാത്ത ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ കിട്ടാനായിട്ട് തുടങ്ങി. അനർഹരല്ലാത്തവർ ഈ സർവീസ് എല്ലാം തന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ദ പ്രിവിലേജസ്, സർവീസ്, ബെനിഫിറ്റ്സ് ഓൾ ആർ എൻജോയ്ഡ്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പോവർട്ടി ഭയങ്കര രീതിയിൽ റൈസ് ആയി. ആ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം, സോഷ്യൽ പ്രോബ്ലംസ്, എവറിത്തിങ് ഹാസ് ബീൻ റൈസൺ ഇൻ UK. അപ്പോഴാണ് എലിസബത്തിൻ പ്യൂർ ലോ 1601 ഒരു പുതിയൊരു ആക്റ്റുമായിട്ട് കൊണ്ടുവന്നത്. ഈ ഒരു ആക്ട് ആണ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് പീസ് ഓഫ് ലെജിസ്ലേഷൻ. ഇംഗ്ലണ്ടിന്റെ കാര്യം തന്നെ എടുത്ത വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് പീസ് ഓഫ് ലെജിസ്ലേഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഇതിനൊക്കെ അറിയപ്പെടുന്നത് തന്നെ ഒരു പൂവർ ലോഡ് അല്ലെങ്കിൽ ഒരു റിലീഫ് സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ എന്ന രീതിയിലായിരുന്നു കണക്കാക്കേണ്ടത്. അപ്പൊ പോവർട്ടിയിൽ നിന്നും നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളോടൊരു സോഷ്യൽ പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡിഫൈൻ ചെയ്യുന്നതാണ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഓവർ പോപ്പുലേഷൻ, ഈ ഒരു കാര്യങ്ങൾ. അപ്പൊ ആ ഒരു 17ാം നൂറ്റാണ്ടിൽ ഇതേ പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു നിലനിന്നത്.
പോവേർട്ടിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അഡ്രസ് ചെയ്യുക, അതിനെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടൊക്കെയായിരുന്നു എലിസബത്തിയൻ പ്യൂർലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എലിസബത്തിയൻ പ്യൂർലോ ഈ പുതിയൊരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു റിലീഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അക്കോർഡിംഗ് ടു എലിസബത്തിയൻ പ്യൂർലോ, ഷീ ഹാസ് കാറ്റഗറൈസ് ദി പൂർ ഇൻ ടു 3 ടൈപ്സ്, ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ റിലീഫ്. അപ്പോൾ ഈ റിലീഫ് ആക്ടിവിറ്റീസ് ഒക്കെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ സാധാരണക്കാരിൽ എത്തിക്കുക, എല്ലാം തന്നെ നല്ല രീതിയിൽ ആ ഒരു വെൽഫെയർ സിസ്റ്റത്തിനെ മുൻപോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ദരിദ്രരെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുകയുണ്ടായി. ദ പൂവേഴ്സ് ഹാസ് ബീൻ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ടൈപ്പ്. ഏതൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡിസേർവിംഗ് പൂവർ, സെക്കൻഡ് അൺഡിസേർവിംഗ് പൂവർ, മൂന്ന് വാഗ്രൻസ് ആൻഡ് ബഗേഴ്സ്. ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് പൂവർ ആയിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പൊ സൊസൈറ്റിന് എന്താ അവർ ചെയ്തത്, അവർ കാലഘട്ടത്തിലെ പൂവേഴ്സിനെല്ലാം തന്നെ ഡിവൈഡ് ചെയ്തു 3ആയിട്ട്. ഈ സർവീസ് എല്ലാം തന്നെ നീഡഡ് ആയിട്ടുള്ള പീപ്പിൾസിലെ, നീഡഡ് ആയിട്ടുള്ള വ്യക്തികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ 3ആയിട്ട് സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ഡിസേർവിംഗ് പൂവർ, സെക്കൻഡ് അൺഡിസേർവിംഗ് പൂവർ, തേർഡ് വാഗ്രൻസ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയും. അപ്പൊ പിന്നെ ആരൊക്കെയായിരുന്നു ഹൂ ആർ ഡിസേർവിംഗ് പൂവർ? Deserving poor has been defined that the deserving poor were individuals considered unable to work, support themselves due to factors. അപ്പോൾ ആരായിരുന്നു ഡിസേർവിംഗ് കാറ്റഗറിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻഡിവിജ്വൽസ് അൺഎബിൾ ടു വർക്ക്, ദേ ആർ നോട്ട് ഏബിൾ ടു വർക്ക് ബിക്കോസ് ഓഫ് ദെയർ സച്ച് ഫാക്ടേഴ്സ്. ഇപ്പൊ അവർ ചിലപ്പോൾ ഏജ്ഡ് ഉള്ളവരാവാം, അല്ലെങ്കിൽ മെന്റലി ഇൽനെസ് ആയിട്ടുള്ളവരാകാം, ഫിസിക്കലി ഇഞ്ചേർഡ് ആയിട്ടുള്ളവർ, ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ, അങ്ങനെ ജോലി ചെയ്യാനായിട്ട് കേപ്പബിൾ അല്ലാത്ത ദ പീപ്പിൾസ് ഹൂ ആർ നോട്ട് വില്ലിംഗ് ടു ഡു എനി ജോബ്, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള വിഭാഗക്കാരെ ആയിരുന്നു ദർ നോൺ ആസ് ഡിസേർവിംഗ് പൂർ. അപ്പൊ ഇവിടെ ആരൊക്കെ വരും? ഓൾഡ് ഏജ് പീപ്പിൾസ് വരും, അപ്പൊ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ളവർ വരും, ഡിസേബിൾഡ് ആയിട്ടുള്ളവരും, അങ്ങനെ കുറെ ആളുകൾ, ആ ഒരു വ്യക്തികളൊക്കെ ആയിരുന്നു ഡിസേർവിംഗ് പൂർ എന്ന രീതിയിൽ കണക്കാക്കിയിരുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി അക്കോർഡിംഗ് ടു എലിസബത്തിയൻ പ്യൂർലോ 1601, ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ദ പൂർ ഈസ് ഡിസേർവിംഗ് പൂർ. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ് ദ ഡിസേർവിംഗ് പൂർ has been defined that the poor or individuals who are unable to do work because of their age, illness, disability. Illness means physical illness or mental illness, anything such as. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ദ പീപ്പിൾസ് നോട്ട് ഏബിൾ ടു ഡു എനി വർക്ക്, അവരെ ആയിരുന്നു ഡിസേർവിംഗ് പൂർ. അപ്പൊ അവർക്ക് സേവനം ആവശ്യമാണ്. അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ടവരെയായിരുന്നു ഡിസേർവിംഗ് പൂർ എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് കാറ്റഗറി ആയിരുന്നു അൺഡിസേർവിംഗ് പൂർ. അതായത് ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞു, വെൽഫെയർ സ്കീംസ് എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആയപ്പോഴത്തേക്കും ഇതിന്റെ സേവനങ്ങളും ഇതെല്ലാം തന്നെ അനർഹരായിട്ടുള്ള വ്യക്തികൾ കൈക്കലാക്കാൻ തുടങ്ങി. ഇനെലിജിബിൾ ആയിട്ടുള്ളത്, ഇത് ഇനെലിജിബിൾ പീപ്പിൾസ് ഹു വെർ ബിക്കെയിം ദി beneficiaries of those kind of relief activities, those kind of benefits, services. So during that time, she has, Elizabeth, according to Elizabethan poor law, to reach the benefits, to reach the services to targeted beneficiaries, they are divided. For that reason, they are divided the poor into 3 categories. അതിൽ സെക്കൻഡ് കാറ്റഗറി ആണ് അൺഡിസേർവിംഗ് പൂർ. അൺഡിസേർവിംഗ് പൂവേഴ്സിനെ അവർ കണക്കാക്കിയിരുന്നത് ഏബിൾ ബോഡിഡ് പൂവർ, അതായത് the individuals perceived as able bodies but unwilling to do work. അതായത് അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം എല്ലാം തന്നെ ഉണ്ട്, ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു കുഴപ്പങ്ങളും ഇല്ല, അവർ ഫിസിക്കലി ഫിറ്റ് ആണ്, മെന്റലി കേപ്പബിൾ ആണ്, ഒരു പ്രോബ്ലം, ബട്ട് ദേ ആർ നോട്ട് വില്ലിംഗ് ടു വർക്ക്. അത് ചിലപ്പോൾ ലേസിനെസ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ജോലിക്കുള്ള താല്പര്യമില്ല, ബിക്കോസ് ദേ ആർ depending on others, they are getting the benefits from others without doing any work, they are getting the benefits, they can't able to live without any problem. സോ ആ ഒരു കാറ്റഗറിയിലുള്ള പോയേഴ്സിനായിരുന്നു അൺഡിസേർവിംഗ് പൂർ ആയിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ അൺവില്ലിംഗ് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ ഏബിൾ ബോഡിഡ് ആയിട്ടുള്ളവരെ ഇവരെന്ത് ചെയ്തു, ഹൂ വെയർ കൺസിഡർ ആസ് കേപ്പബിൾ ഓഫ് എംപ്ലോയ്മെന്റ്, അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, ദേ ഹാവ് ഫിസിക്കലി ഫിറ്റ് ടു ഡു എനി ജോബ്. അപ്പൊ അവരെന്താ, അവരൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ലേബേഴ്സ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ എൻഗേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ഹൗസ്, ദേ ക്രിയേറ്റഡ് ദി വർക്ക് ഹൗസ്. വർക്ക് ഹൗസ് മീൻസ് ജോബ് ഹൗസ്. ഇങ്ങനെയുള്ള പോവേഴ്സിന്, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട വ്യവഹാരികൾ ഫോഴ്സ്ഫുള്ളി ദേ വർ സെൻഡ് ടു വർക്ക് ഹൗസ്. എന്നിട്ട് എന്താ ചെയ്തത്, അവിടെ ജോലി ചെയ്യാനായിട്ട് ദ സിസ്റ്റം കമ്പൽ ടു ദോസ് പീപ്പിൾസ് ടു വർക്ക് ടുഗദർ, ടു വർക്ക് മോർ പ്രൊഡക്റ്റീവ്ലി. അങ്ങനെയായിരുന്നു വർക്ക് ഹൗസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, അവർക്ക് ജോലി ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഏർണിങ്സ് കിട്ടുന്നു. ദേ ആർ ഡൂയിങ് ദി ജോബ്, ദേ ആർ ഗെറ്റിംഗ് ദി salary. Salary means that kinds of benefits.
അങ്ങനെ അവർക്ക് ഒരു ജോലി ചെയ്യാനുള്ള അവരുടെ ലേസിനെസ്സിനെയൊക്കെ മാറ്റുക, അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ളവരെ ജോലി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അവരെ ഫോഴ്സ് ചെയ്യുക, ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ അവർ ജോലി ചെയ്യിപ്പിക്കുക. അതിനായിരുന്നു അൺഡിസേർവിംഗ് പൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റ് വൺ ഈസ് വാഗ്രൻസ് ആൻഡ് ബഗ്ഗേഴ്സ്. ഇപ്പൊ വാഗ്രൻസ് ആൻഡ് ബഗ്ഗേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ കാണും നമ്മുടെ സൊസൈറ്റിയിൽ ഹാസ് വി ക്യാൻ സീ ദാറ്റ് ദ സൊസൈറ്റി ലോട്ട് ഓഫ് ബഗ്ഗേഴ്സ് ആൻഡ് ദ വാഗ്രൻസ്. ആ ഒരു കാറ്റഗറിയിലുള്ളവരായിരുന്നു ഈ ഒരു വിഭാഗത്തിൽ പെടുത്തിയിരുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇതിൽ കാണാം, ഇപ്പൊ നമ്മൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത്, ആ ഒരു കാറ്റഗറി പെട്ടെന്നായിരുന്നു ബഗ്ഗേഴ്സ് എന്ന രീതിയിൽ കണക്കാക്കിയത്. അവർക്ക് ഫിക്സഡ് ആയിട്ട് ദേ ഡോണ്ട് ഹാവ് എ ഫിക്സഡ് റെസിഡൻസ്, ദേ യൂസ് ടു സ്ലീപ്പ് എനിവെയർ എനി പ്ലേസ്, ദേ യൂസ് ടു ട്രാവൽ വൺ പ്ലേസ് ടു അനദർ പ്ലേസ് without any common intention, without any common objectives. They used to travel from one place to another place. That's known as their vagrants. They used to a vagrants life. ആ ഒരു വാഗ്രൻസ് ലൈഫിൽ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയുക, അവരുടെയും ഒരു സേവനം ഉറപ്പുവരുത്തുക, അവരെയും കേപ്പബിൾ ആക്കുക. ആ ഒരു രീതിയിലായിരുന്നു വാഗ്രൻസ് ആൻഡ് ബഗേഴ്സ്. ഇപ്പൊ വാഗ്രൻസ് ആയിട്ടുള്ളവരെയും ബഗേഴ്സ് ആയിട്ടുള്ളവർക്കും ദേ ആർ ഓൾസോ കേപ്പബിൾ ടു ഡു ദ വർക്ക്. They don't have any problem, physical injuries, mental injuries, they don't have, but they used to live they used to earns the wage, they used to live their day by day life to begging. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വിഭാഗക്കാരുന്ന വാഗ്രൻസ് ആൻഡ് ബഗേഴ്സ് എന്ന രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇവരെ ഈ ഒരു കറക്ഷണൽ ഹോംസ് അല്ലെങ്കിൽ എന്താ പറയുക കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആസ് വി സീൻ ദാറ്റ് ദ സെക്കൻഡ് പാർട്ട് ഡിസേർവിംഗ് പോൾ ആസ് വി സീൻ ദി വർക്ക് ഹൗസ്. So the same way, the vagrants and beggars, in the third category, we can see that the correctional institutions or house of correction. അവരെയൊക്കെ എന്താ ചെയ്തു? The vagrants has been placed in these correctional institutions to do more works. Like that, they can able to earn. Through the ultimate aim of the Elizabethan Bureau is to combat with the poverty, to reduce the level of poverty in the society. സോ ഇതായിരുന്നു മൂന്നാമത്തെ കാറ്റഗറി, വാഗ്രൻസ് ആൻഡ് ബഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു വേറൊരു കാറ്റഗറി, സബ് കാറ്റഗറി. ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ഡിസേർവിംഗ് പോറിന്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് വി ക്യാൻ സീ ദാറ്റ് ജസ്റ്റ് ഐ ആം ടെല്ലിങ് ജസ്റ്റ് ഐ ആം ടെല്ലിങ് ബൈ ഓറൽ. ഒരു ഡിസേർവിംഗ് കാറ്റഗറി ഒരു സബ് കാറ്റഗറി ആയിരുന്നു ഓർഫൻസ് ആയിട്ടുള്ള ചിൽഡ്രൻസ് എന്ന് പറയും. ഓർഫൻസ് ഓർ അബാൻഡഡ് ചിൽഡ്രൻ, അതായത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതോ അതല്ല എന്നുണ്ടെങ്കിൽ അനാഥരോ ആയിട്ടുള്ള കുട്ടികൾ. ആ ഒരു കുട്ടികളെയും ഡിസേർവിംഗ് പുവറിന്റെ സബ് എ കാറ്റഗറിയിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ അവർക്ക് എന്താ സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിസ്റ്റം, the machinery will be provided the education, the machinery will be provided the temporary shelter for them. അതായിരുന്നു രണ്ടാമത്തെ കാര്യം. ഡിസേർവിംഗ് പുവറിൽ വരുന്ന അല്ലെങ്കിൽ ഡിസേർവിംഗ് പുവറിന്റെ അണ്ടറിൽ വരുന്ന വേറൊരു കാറ്റഗറി ആയിരുന്നു ഓർഫൻഡ് ഓർ അബാൻഡൻ ചിൽഡ്രൻ. അപ്പൊ അബാൻഡൻ ചിൽഡ്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി ദേ ഹാവ് ദി പാരന്റ്സ്, ബട്ട് ദ പാരന്റ്സ് ആർ നോട്ട് കേപ്പബിൾ ഓർ ദേ ആർ നോട്ട് വില്ലിംഗ് ടു care their children because of due to poverty, because of the unemployment, the parents are not able to take care of their children. ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരും ഡിസേർവിംഗ് പവറിന്റെ കാറ്റഗറിയിൽ വരുന്നതായിരുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി എലിസബത്തിൻ ബ്യൂറോ. 1601 വൺ ഓഫ് ദ ലാർജസ്റ്റ് വൺ ഓഫ് ദി സിഗ്നിഫിക്കന്റ് ലെജിസ്ലേഷൻ ആയിരുന്നു എലിസബത്തിൻ പൂർലോ എന്ന് പറയുന്നത്. ഇതൊക്കെയായിരുന്നു അതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പൂർലോയുടെ റിഫ്ലക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും പൂർലോ it's not only categorization of the poor, but it's also the establishment of local community based system of poor relief. അവരെന്ത് ചെയ്തു? ഒരു poor റിലീഫിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം തന്നെ ഉണ്ടാക്കി. ഇനി ടാക്സ് പിരിച്ചെടുക്കേണ്ടത്, ടാക്സ് പിരിച്ചെടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിച്ച് ആയിട്ടുള്ളവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ദ മണി വാസ് യൂസ് ടു ഫോർ ദി ബെനിഫിറ്റ് ഫോർ ദി സർവീസ് ഓഫ് ദിസ് പൂവേഴ്സ്, ഫോർ ദ മണി ഹാസ് ബീൻ സ്പെൻഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദോസ് പീപ്പിൾസ്. അങ്ങനെ അവർ യൂസ് ചെയ്തു. പിന്നെ ഇതെല്ലാം തന്നെ കണക്കാക്കിയിരുന്നത് ഈച്ച് പാരിഷിന്റെ അണ്ടറിലായിരുന്നു. നമുക്കറിയാലോ ചർച്ച് ബേസ്ഡ് ആയിട്ടായിരുന്നു എല്ലാം തന്നെ ഇവിടെ പോയിക്കൊണ്ടിരുന്നത്, റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ. അപ്പൊ ചർച്ചിന്റെ അണ്ടറിൽ തന്നെ എല്ലാ പാരിഷിനും പാരിഷ് പ്രീസ്റ്റിനായിരുന്നു ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഓവർസിയേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഓവർസിയേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന വെച്ചാൽ ഓവർസിയർ എന്ന് പറയുന്നതായിരുന്നു ദാറ്റ് ടാക്സ് കളക്റ്റീവ് റവന്യൂ കളക്ട് ചെയ്യുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസർ, അതിനായിരുന്നു ഓവർസിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ റിഫ്ലക്ഷൻ ബോത്ത് കൺസേൺ വെൽഫെയർ ദോസ് ജെനുവിൻലി. അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം ഇതായിരുന്നു, ജെനുവിനിറ്റി, അതായത് സർവീസ് എല്ലാം തന്നെ നീഡഡ് ആയിട്ടുള്ള പീപ്പിൾസിൽ എത്തുന്നു എന്നത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അബ്യൂസിങ് സിസ്റ്റംസ് ഒക്കെ തന്നെ ഇല്ലാതാക്കുക. അപ്പൊ ഇംഗ്ലണ്ടിന്റെ തന്നെ ഒരു മോഡേൺ സ്റ്റാൻഡേർഡ് സോഷ്യൽ വർക്ക് ഒരു മോഡേണൈസേഷനിലോട്ട് എത്തുന്നതിനും സോഷ്യൽ വർക്ക് ഒരു മോഡേൺ വെൽഫെയർ എന്നൊരു കോൺസെപ്റ്റിൽ
ഒരു പ്രൊഫഷൻ എന്ന രീതിയിലോട്ട് എന്താ ഡെവലപ്ഡ് ആവുന്നതിന് വളരെ വളരെ ഉള്ള ഒരു ബിഗിനിങ് ഫൗണ്ടേഷൻ സ്റ്റെപ്പ് ആയിരുന്നു നമ്മുടെ എലിസബത്തിൻ പ്യൂർ ലോ എന്ന് പറയുന്നത്. ഇപ്പൊ കറണ്ട് സോഷ്യൽ വെൽഫെയർ പോളിസീസിന്റെ എല്ലാത്തിനും പോവർട്ടി റിലീഫ് അതുപോലുള്ള എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയായിരുന്നു നമ്മുടെ എലിസബത്തിൻ പ്യൂർ ലോ എന്ന് പറയുന്നത്. പിന്നീട് എലിസബത്തിൻ പ്യൂർ ലോയിലോട്ട് 1834 ആയപ്പോഴത്തേക്കും നമ്മുടെ എലിസബത്തിൻ പ്യൂർ ലോ ഹാസ് ബീൻ അമെൻഡഡ്. ഒരു നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the first Elizabethan pure law has been introduced on 1601, later 1834, after 200 years. 200 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു എലിസബത്തിൻ പ്യൂർ ലോ ഒരു അമെൻമെന്റ് വന്നിട്ടുള്ളത്. അത് എന്തിനാണ്? വൈ ദോസ് അമെൻമെന്റ്? ഫോർ ദി സെൻട്രലൈസേഷൻ ഓഫ് ദി പുവർ റിലീഫ്. അതായത് നേരത്തെ നമ്മൾ കണ്ടായിരുന്നത് ബിഗിനിങ് സ്റ്റേജ് 1601 എലിസബത്തിൻ പ്യൂർ ലോ എല്ലാം തന്നെ ബേസ് ആയിരുന്നത് ചർച്ച് പാരിഷ് ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ 1834 അതൊരു അമെൻമെന്റ് വന്നു, എല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആക്കുക, വർക്ക് ഹൗസിനെയും ഔട്ട്ഡോർ റിലീഫിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരിക, ഈ ഒരു കാറ്റഗറി ഇതെല്ലാം തന്നെയായിരുന്നു പൂർ ലോ അമെൻമെന്റ്സിൽ വന്നിട്ടുള്ളത്. ഇതൊരു യൂട്ടിലൈസേഷൻ അത് യൂണി സെൻട്രൽ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുത്തുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഔട്ട് പൂർ ലോയിൽ അമെൻമെന്റ് ഉണ്ടായത്. സോ ഇത്രയുമാണ് നമുക്ക് എലിസബത്തിൻ പ്യൂർ ലോയിൽ പഠിക്കാനായിട്ടുള്ളത്. എലിസബത്തിൻ പ്യൂർ ലോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഒന്നുകൂടി ചെയ്യുകയാണ്. 1601 ആക്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 കാറ്റഗറിയിലാണ് പൂവേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഇവിടെ ഒരു ഫസ്റ്റ് സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള സെഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ബൈ.